Again another happy day. ഇന്ന് മുതൽ അക്കാദമിയിൽ കുറച്ച് ഹെക്റ്റിക് ആയിട്ടുള്ള വർക്ക് ഉണ്ട്. ഹെക്റ്റിക് ഒന്നല്ല, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് ഉണ്ട്. സോ ഇന്ന് ഈ വീക്ക് കൂടുതൽ നമ്മൾ വർക്കിൽ ഫോക്കസ്ഡ് ആയിരിക്കും. എന്നാലും നിങ്ങൾക്ക് ഒരു വർക്കൗട്ട് പോലും മിസ് ചെയ്യാണ്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. നിങ്ങൾക്ക് മാസ് ഗെയിനിങ്ങിനാണെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറ്റ് നല്ല പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് ഗെയിൻ ചെയ്യാൻ പറ്റും. സോ ഇന്ന് ലെഗ് ഡേ ആണ്. സോ നമുക്ക് കാണാം. ഓക്കെ മോളെ, ഗുഡ് മോർണിംഗ്. താങ്ക്സ് ഫോർ ദ കോഫി. ഫോർ മീ എക്സ്ട്രാ സ്ട്രോങ് കോഫി. ഇതാണ് എൻ്റെ പ്രീ വർക്കൗട്ട് കേട്ടോ. പിന്നെ എനിക്ക് ഇന്നലെ മിഞ്ഞാന്നൊക്കെ റീൽസിൽ കുറച്ച് കമൻസ് വന്നിരുന്നു. മറ്റേ നിങ്ങൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നുണ്ടോ, സ്റ്റിറോയിഡ് യൂസ് ചെയ്ത ബോഡി പോലെ ഉണ്ടല്ലോ എന്നുള്ളത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സപ്ലിമെൻറ്റ്സ് പോലും നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ വീക്കാണ് ഞാൻ മേടിച്ചത്. അതായത് പ്രോട്ടീൻ പൗഡർ. അതുവരെ കസോളിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി സപ്ലിമെൻ്റ് ഇല്ലാതെ 10 മുട്ട, 1 കിലോ ചിക്കൻ, ബ്രൊക്കോളി, എഗ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ മെയിനായിട്ട്, ചീസ്, ബ്രെഡ് മെയിനായിട്ട് കഴിക്കുന്നത്. ഈ സാധനം ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ ഒരിക്കലും സ്റ്റിറോയിഡ് ഞാനൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം സ്റ്റിറോയിഡിൻ്റെ ഭവിഷ്യത്തുകൾ നമുക്ക് അറിയുന്നതുകൊണ്ട് തന്നെയാണ്, അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് തന്നെയാണ്. നമ്മൾ എക്സ്റ്റേണലായിട്ട് എന്തെങ്കിലും ബോഡിയിലേക്ക് ഇൻടേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് സ്റ്റോപ്പ് ചെയ്യും. അത് നിങ്ങളെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോകും. അതിന് പുറമെ പല എന്താ പറയുക ഹെൽത്ത് ഇഷ്യൂസും, സ്കിന്ന്, ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറയുക, അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് വരാൻ ചാൻസസ്. അങ്ങനെയൊന്നുമില്ല. വളരെ നാച്ചുറലായിട്ട് വളരെ സുഖമായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഡയറ്റ് പോലും അത്ര അങ്ങ് എന്താ പറയുക എക്സ്ട്രീം ഡയറ്റിൽ കുറേ കാലങ്ങളായിട്ട് നിൽക്കുന്നതല്ല. സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ നെവർ മിസ് വർക്കൗട്ട്. 10 വർഷമായിട്ട് വർക്കൗട്ട് മിസ് ചെയ്യാറില്ല. വർക്കൗട്ട് മിസ് ചെയ്യരുത്. ഇപ്പോൾ ഈവൻ ഡയറ്റ് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ നിങ്ങളൊരു പെട്ടെന്ന് ഒബിസിറ്റി ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് 100% പിടിച്ച് നിങ്ങൾ മെറ്റബോളിസം പ്രോപ്പറാക്കി കൊണ്ടുവരാതെ ഡയറ്റ് മിസ്സാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി ബാലൻസ് ഉണ്ടാവില്ല. പോസിറ്റീവ് അതായത് എനർജി ബാലൻസ് കൂടും. അതിനനുസരിച്ച് 3000 കാലറി ഇൻടേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോ കൂടും ചെയ്യും. 3000 കാലറി കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1 കിലോ കുറയും ചെയ്യും. സോ ബാലൻസ് ചെയ്യുക. ലൈഫ് ഈസ് ഓൾ അബൌട്ട് ബാലൻസ്. സോ ഞാനൊന്ന് പറഞ്ഞിരുന്നു നമ്മളെ ഗോപ്രോൻ്റെ കിറ്റ് പല ജാതിയിൽ യൂസ് ചെയ്യുന്ന. ആദ്യമായിട്ടാണ് ഞാൻ ഹെൽമെറ്റിന് കൊടുക്കുന്നത്. അപ്പോൾ ഹെൽമെറ്റിന് കൊടുത്തിട്ട് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, ലെറ്റ്സ് സീ. പോവാം. ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂമിൽ നിന്ന് ജിമ്മിലേക്ക് പോകുന്നത്. ഇന്നലെ ഞങ്ങൾ എവിടെയും ഇറങ്ങിയിട്ടില്ല. ഫുള്ളി റെസ്റ്റ് ആയിരുന്നു. സൺഡേ അല്ലേ, കംപ്ലീറ്റ് റെസ്റ്റ്. കുറച്ച് പ്ലാനിങ്, തിങ്കിങ്, അതിലേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഒരു വീക്ക് പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കി. പിന്നെ നമ്മുടെ ഇതും, അതായത് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണം എന്നുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ്, എങ്ങനെ പോകണം, എവിടെ പോകണം. പക്ഷേ കുറച്ചുണ്ട് കേട്ടോ. ഇന്ത്യ മഹാരാജ്യമാണ്, കുറച്ചുണ്ട്. ഓരോ ഡെസ്റ്റിനേഷനും 400, 300 കിലോമീറ്റർ, 500 കിലോമീറ്റർ, ചിലത് 300 കിലോമീറ്റർ അല്ല, ഹവേഴ്സാണ് കൂടുതൽ. ഇന്ന് വരെ ഞങ്ങളൊരു ആപ്പിൾ പോലും എടുത്തിട്ടില്ല കേട്ടോ മരത്തിൽ നിന്ന്. ഇതിൻ്റെ അതോറിറ്റി ഓണറായിട്ടൊന്ന് ചോദിച്ചിട്ട് മാത്രമേ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇന്ന് ടീമിനൊക്കെ ഒന്ന് കണ്ട് ചോദിക്കണം ആപ്പിൾ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. മറ്റേ പ്ലം എടുത്തിരുന്നു അവിടുന്ന്, അതല്ലാതെ ആപ്പിൾ എടുത്തിട്ടില്ല. ഓക്കേ, അറ്റ് ലാസ്റ്റ് റീച്ച്ഡ്. ഇതിൻ്റെ രസം എന്താ അറിയാം, നമ്മളെ സ്കൂട്ടർ പറയുമ്പോൾ 380 രൂപയ്ക്ക് മേടിച്ചാണ്. അറിയാമല്ലോ, ഇതിന് ഫ്രണ്ട് ബ്രേക്ക് രാവിലെ ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റക്കാവും. പിന്നെ ഈ ബ്രേക്ക് കണ്ട ക്ലച്ച് പോലെ ഉണ്ട്, കണ്ട എഡ്ജിലാണ്, ഒന്നുമില്ല. പിന്നെ പവറും കുറച്ച് കുറവാണ്, വലിയ പവറൊന്നുള്ള വണ്ടിയല്ല. അപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടി കയറുന്ന ലാസ്റ്റ് പോയിന്റ് ഇതാ. അതായത് ലോക്കാക്കിയിട്ടുണ്ട് ആൾക്കാർ. ഇവിടെ
ഈ കയറ്റം ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും, പിന്നെ അങ്ങ് പോവില്ല, നേരെ ഇങ്ങോട്ടാ. ഭാഗ്യം കൊണ്ട് അവിടം വരെ എത്തു. വാവ്, നമ്മുടെ ബാക്കിലുള്ള വ്യൂ കണ്ടോ, മലയുടെ ബാക്കിൽ. ഗ്രേറ്റ്. कहाँ जाना? No, what is this? गाँव है, कुछ नहीं है, नीचे वाले रोड से जाइए आप. Oh, okay. Is that any function? नहीं. Ulsav? कुछ नहीं. Okay. Gav. Okay. അത് ഈ നാട്ടുകൂട്ടം എന്നൊക്കെ പറയില്ലേ, നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുന്ന ഒരു ഐറ്റമാണെന്നാണ് തോന്നുന്നത്. എനിക്കറിയില്ല, അവർക്ക് വലിയ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ വലിയ താല്പര്യമില്ല. അതാണ് എന്താന്ന് വെച്ചോ, അതിലൂടെ എങ്ങോട്ടാ പോകേണ്ടതെന്ന് വെച്ചേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മൾ നമ്മുടെ ജിമ്മിലെത്തി. ഫ്ലൂയിഡ് ഒരു ഡൽഹിയിലൊരു സീരീസ് ഓഫ് ജിമ്മാണ് കേട്ടോ. ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. നോട്ട് ലൈറ്റ്. അപ്പോൾ നമ്മൾ 5th വീക്കിലേക്ക് കടന്നിട്ടുണ്ട്. 4th വീക്ക് വരെ നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി. സോ നമ്മുടെ ഇന്നത്തെ എക്സസൈസ് വരുന്നത് 5th വീക്കിലെ ഫസ്റ്റ് എക്സസൈസ്. യെസ്, നോർമൽ പോലെ തന്നെ ബാക്ക് സ്ക്വാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പക്ഷേ സ്ട്രെങ്ത്തിനാണ് 5 റെപ്പിറ്റേഷനുള്ളൂ. എനിക്ക് തോന്നുന്നു ഈ സ്ട്രെങ്ത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ലോഡിങ് നടക്കുകയുള്ളൂ. സോ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ മസിൽസ് ഡെവലപ്പ് ആവുള്ളൂ, വലുതാവുള്ളൂ. അതായത് സ്ട്രെങ്ത്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹൈപ്പോട്രോഫിയിൽ കുറച്ചും കൂടി ലോഡ് ചെയ്യാൻ പറ്റും, അതായത് മാസ് ഗെയിനിങ്ങിൽ കുറച്ചും കൂടി ലോഡ് ചെയ്യാൻ പറ്റും. 3 to 5 റെപ്പിറ്റേഷൻ. ഡെഡ് ലിഫ്റ്റ് വരുന്നത് 2 to 6 റെപ്പിറ്റേഷൻ, സ്ട്രെങ്ത് തന്നെയാണ്. പിന്നെ ഡയറക്റ്റ് എൻഡ്യൂറൻസിലേക്കാണ് പോകുന്നത്. 2 to 15 റെപ്പിറ്റേഷൻ. അത് എൻഡ്യൂറൻസ് ആയിട്ട് ചിലപ്പോൾ കണക്ക് കൂട്ടാൻ പറ്റില്ല, അത് ഹൈപ്പർട്രോഫിക്ക് എന്നുള്ള എക്സസൈസാണ്, കാരണം 2 സെറ്റ്സേ വരുന്നുള്ളൂ. ലെഗ് എക്സ്റ്റൻഷൻ 2 to 15 റെപ്പിറ്റേഷൻ. സീറ്റഡ് കാഫ് റൈസ് 2 to 20 റെപ്പിറ്റേഷൻ. എല്ലാം ഇന്ന് പെട്ടെന്ന് കഴിയുന്നതായി തോന്നുന്നത്. ഹാങ്ങിങ് ലെഗ് റൈസ് നേരെ ആപ്സിലേക്ക് 3 to 12 റെപ്പിറ്റേഷൻ. നൈസ് എക്സസൈസ് ആണ്, വെരി നൈസ് എക്സസൈസ്. സോ ലെറ്റ്സ് സീ. കാഫിന്റെ എക്യുപ്മെന്റ് ഇല്ലാണ്ട് ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ച എക്യുപ്മെന്റ് സീറ്റഡ് കാഫ് റേസ് കോൺസെൻട്രേറ്റ് 20 to 2 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ സ്മിത്തിന്റെ 3D സ്മിത്താണ്. 3D സ്മിത്തിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യും. ഇത് മൂവ് ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഡംബില് ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പോളെ 2 ഡംബില് ഇൻ ബിറ്റ്വീൻ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട്. അതിൻ്റെ നടുവിൽ നമ്മുടെ സ്മിത്തിന്റെ റോഡും
പിന്നെ ഒരു ഇതും വെച്ചിട്ടുണ്ട്, അതായത് സപ്പോർട്ടർ അല്ലെങ്കിൽ സേവർ എന്നൊക്കെ പറയാലോ. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇത് കയറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു കുട്ടിക്കാലം പെയിൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മറ്റേ സ്ക്വാട്ട് പാഡ് കൂടി ഈ നീസിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ലിഫ്റ്റ് ചെയ്യാൻ ജിമ്മിൽ നിന്ന് ഇറങ്ങിയതാ. പക്ഷെ ഇന്ന് നമ്മൾ സപ്ലിമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കുടിക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ വെള്ളം എടുത്തിട്ട് കുടിക്കട്ടെ. Forget to drink supplement. Thank you. മൂപ്പര് സപ്ലിമെൻ്റ് കൊണ്ട് ആകെ പെട്ടിരിക്കുകയെന്നാണ് തോന്നിട്ട്. ഡയാലിസിസ് വരെ ചെയ്തിട്ടുണ്ട്. 20 വർഷം സപ്ലിമെൻറ്റ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ സജസ്റ്റ് ചെയ്യുന്ന സപ്ലിമെൻറ്റ്സ് ഈസ് വെരി ബാഡ് എന്നാണ്. കാരണം നമുക്ക് ഏതെങ്കിലും ഒരു രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളെ കിഡ്നി പോയിട്ടുണ്ടായിരിക്കും എന്നാണ് മൂപ്പര് പറഞ്ഞ്. അത് കാരണം ഡിപ്പെൻഡ്സ് ഓൺ ദ ക്വാളിറ്റി ഓഫ് ദ സപ്ലിമെൻറ്റ്സ്. യെസ്, ഇറ്റ് മൈറ്റ് ഹാപ്പൻ. അല്ല മൂപ്പര് സപ്ലിമെന്റ്സ് എടുക്കണ്ടാറ്. മൂപ്പര് 20 വർഷം സപ്ലിമെന്റ് എടുത്താ. ഇതൊന്ന് പിടിക്കോ ഹെൽമെറ്റ്, ഒന്നും കൂടി തിരിച്ചു പിടിക്കും ക്യാമറ. മൂപ്പര് 20 വർഷം സപ്ലിമെന്റ് എടുത്തതാണ്. അപ്പോൾ മൂപ്പര് സപ്ലിമെന്റ് എടുക്കാൻ ഒരു റെക്കമെൻഡ് ചെയ്യില്ല. ആ സംഭവം പ്രീ വർക്കൗട്ട് ആണ് മെയിനായിട്ട്. കിഡ്നി शिलाजीत होता है मेरे पास, केसर होता है। नहीं थैंक यू। शिलाजीत तो बहुत अच्छा है, वो रात को खाने का मौसम अच्छा है। താങ്ക് യു. ഇത് കുടിക്കണ്ടെന്നാ പറഞ്ഞത്? ഒരു സപ്ലിമെന്റും എടുക്കണ്ടാ. മൂപ്പര് केसरी बहुत अच्छा നല്ലതല്ലേ? है, वो എനിക്കും काश्मीर താല്പര്യമൊന്നുമില്ല ഇതൊക്കെ കുടിക്കുന്നത് കൊണ്ട്. കുറേ केसरी बहुत अच्छा है, गुप्त वो है। नहीं चाहिए। नहीं भाई, नहीं जी, താങ്ക് യു. മൂപ്പര് കേസരിയും കൂടി ഇട്ട് പ്രോട്ടീൻ അടിക്കി നല്ല സൈസ് ആവുന്നാണ് പറയുന്നത്. അതല്ലേ നല്ലത്. പക്ഷേ എനിക്ക് താല്പര്യമില്ല ഇമാതിരി പൗഡറൊക്കെ വാങ്ങിച്ചിട്ട് അടിച്ചു. ഇല്ലടാ, മാസ്ക് ഗെയിനർ അത്ര വലിയ പറയുന്നില്ല. അത് സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷം സപ്ലിമെന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ അധികം നല്ല സപ്ലിമെന്റ് ഇൻടേക്ക് ചെയ്യും. അതിൽ തന്നെ അനാവർ, അതുപോലെ തന്നെ പ്രീ വർക്കൗട്ട്, C4 അതുപോലുള്ള പല സാധനങ്ങളും അടിച്ച് വെച്ച് കയറ്റിയിട്ടുണ്ടാവും കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലങ്ങൾ. ഇവർ സ്പോർട്സ് മാനേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ ആളാണ്. അങ്ങനെ മൂപ്പര് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഡോക്ടർ ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോൾ ആള് പേടിക്കൂലേ? ഷുവർ. ये वाला Okay. Our price. Special price. 630, 600. ഏയ് കോബ്ര ഒന്നല്ല. ഉറപ്പാ?